ണ്ടല്ലോ നമ്മുടെ ശരീരമുണ്ടല്ലോ, നമ്മുടെ നഫ്സുണ്ടല്ലോ. ആ നഫ്സിനെ ആരെങ്കിലും ആ നഫ്സിനെ അനുസരിക്കാൻ പാടില്ല. ശരീരത്തിന്റെ ഇച്ഛകൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് നാളെ പരലോകമെന്ന് പറയുന്ന ഒരു ദിനം കടന്നു വരാനുണ്ട്. ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നത് മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ എണ്ണി എണ്ണി പറയേണ്ട ഒരു ദിവസം വരാനുണ്ടെന്ന ബോധത്തോട് അല്ലാഹുവേ പടച്ചവനെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ നഫ്സുണ്ടല്ലോ, നമ്മുടെ ഇച്ഛകളുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ പലർക്കും ഇങ്ങനെയുള്ള സദസ്സിൽ ഇരിക്കുമ്പോൾ പ്രയാസങ്ങൾ വരും. ഇങ്ങനെ പറയുമ്പോൾ പടച്ചവന് ഉറക്കം വരുന്നു, പോയി കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. ഇതൊക്കെ തന്നെ അല്ലാഹു പറയുന്നു, നിന്റെ നഫ്സുണ്ടല്ലോ, നിന്റെ ശരീരം, നിന്റെ മോഹങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം നീ അല്ലാഹുവിന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹ് എന്ത് തരും? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അല്ലാഹുവിന്റെ മഅവ എന്ന് പറയുന്ന സ്വർഗ്ഗം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ